ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ ഇത്രയേറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത വേറൊരു അമ്മ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് തോന്നും. ശലോമിയുടെ ചോദ്യം കേട്ടാൽ, സെബദിയുടെ ഭാര്യയായ ശലോമി തൻ്റെ മക്കളായ യാക്കോബിനും യോഹന്നാനും വേണ്ടി കർത്താവിനോട് വന്ന് ചോദിക്കുന്ന ചോദ്യം എത്ര ശ്രേഷ്ഠമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:20, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തിനിടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ. ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇതിലും അധികമായി എന്ത് ചെയ്യാൻ കഴിയും? ഈ ലോകത്തിനുമപ്പുറം നിത്യമായ രാജ്യത്തിൽ കർത്താവിൻ്റെ ഇടതും വലതും ഇരിക്കുവാനുള്ള വലിയ ഭാഗ്യം മക്കൾക്ക് വേണ്ടി ഉറപ്പിക്കുന്ന ഒരു അമ്മയുടെ വലിയ ആഗ്രഹത്തെ അവിടെ കാണുന്നു. എന്നാൽ ആ ആഗ്രഹത്തിന് വലിയൊരു അപകടമുണ്ട്. 24-ാമത്തെ വാക്യം, ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. അതിനർത്ഥം ആ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷേ ചോദിച്ചത് ശലോമിയാണ്. അത് തരാമെന്ന് ക്രിസ്തു കൃത്യമായി പറഞ്ഞതുമില്ല. 12 പേരെ കൂടെ കൂട്ടിയിട്ട് ഞാൻ രാജ്യം സ്ഥാപിക്കും, അവിടെ മന്ത്രി സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായി. തൻ്റെ മക്കൾ വെറും മന്ത്രിമാരായാൽ പോരാ, പ്രധാന വകുപ്പുകളുള്ള മുഖ്യമന്ത്രിമാരാകണമെന്നതാണ് ശലോമിയുടെ ആഗ്രഹം. മറ്റുള്ള കുട്ടികളുമായി സ്വന്തം കുട്ടികളെ താരതമ്യം ചെയ്ത് എപ്പോഴും സ്വന്തം മക്കൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എപ്പോഴും ശ്രമിക്കുന്ന ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ഒരു തനി പകർപ്പാണ് ശലോമി. ആഗ്രഹമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ആഗ്രഹങ്ങളുടെ പിന്നിലെ അപകടത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ സ്വർഗരാജ്യം ആഗ്രഹിച്ചിട്ടാണ് നന്മ ചെയ്യുന്നതെങ്കിൽ എനിക്കത് തരരുതേ. ഞാൻ നരകത്തെ ഭയന്നിട്ടാണ് നന്മ ചെയ്യുന്നതെങ്കിൽ എന്നെ നരകത്തിലിടണേ എന്ന പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാകുന്നത് ഇവിടെയാണ്. സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടോ നരകത്തെ ഭയന്നിട്ടോ അല്ല പ്രാർത്ഥിക്കേണ്ടതും നന്മ ചെയ്യേണ്ടതുമൊക്കെ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന നിഷ്കാമകർമ്മം പോലെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, പ്രതിഫലം താനേ വന്നുകൊള്ളും. അല്ലാതെ ഓരോ പ്രവൃത്തിയിലും അവസാനം കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ ഓർത്തുകൊണ്ടിരുന്ന് ചെയ്യേണ്ടതല്ല നമ്മുടെ പ്രവൃത്തികൾ. ലക്ഷ്യം സ്വർഗരാജ്യമാണെങ്കിലും നാം ചെയ്യുന്ന പ്രവൃത്തികൾ സ്വർഗരാജ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അത് അപകടകരമായ അത്യാഗ്രഹമാണ്. പ്രാർത്ഥിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള സംസർഗത്തിനായിട്ടായിരിക്കണം. സഹായിക്കേണ്ടത് മറ്റുള്ളവരുടെ വേദനയിൽ അനുകമ്പ തോന്നുന്നതുകൊണ്ടാകണം, അല്ലാതെ നരകത്തെ ഭയമുള്ളതുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയല്ല ഇതൊക്കെ. ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അതിൽ അപകടം പതിയിരിക്കുമ്പോൾ അത് അത്യാഗ്രഹമായി മാറും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹര രൂപം കാണാൻ നിൻ മന്ദിരത്തിൽ ധ്യാനം ചെയ്യുവാൻ, നിൻ മനോഹര രൂപം കാണാൻ നിൻ മന്ദിരത്തിൽ ധ്യാനം ചെയ്യുവാൻ, എന്നായുഷ്കാലം മുഴുവനും നിൻ ആലയത്തിൽ പാർത്തിടുവാൻ, എന്നായുഷ്കാലം മുഴുവനും നിൻ ആലയത്തിൽ പാർത്തിടുവാൻ ആഗ്രഹം